ഹലോ, വെൽക്കം ടു യാൻ ബൈറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഹാഫ് ഡബിൾ ക്രോഷ്യ ആൻഡ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ മാത്രമേ ഉള്ളൂ. പാർട്ട് 2 പാർട്ട് 3 എന്ന് 2 വീഡിയോസ് വരുന്നുണ്ട്. അതിനകത്തായിരിക്കും ഡബിൾ ക്രോഷ്യ ആൻഡ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്ന രീതി. അപ്പോൾ ഇന്ന് ഞാൻ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത് മാജിക് റിങ്ങിലാണ്. സോ ഫസ്റ്റ് നമുക്ക് മാജിക് റിങ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ എക്സ് എന്ന രീതിക്ക് ഞാൻ മാജിക് റിങ്ങിന് വേണ്ടിയുള്ള യാണിനെ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ലോങ് ടെയിനിലെ ഹുക്ക് ഉപയോഗിച്ച് പുള്ളി ചെയ്തതിന് ശേഷം ചെയിൻ 1 ഇങ്ങനെ ചെയ്യുന്നതിനാണ് ചെയിൻ 1 എന്ന് പറയുന്നത്. ഈ ചെയിൻ 1 കൊടുത്ത് നമ്മൾ മാജിക് റിങ്ങിനൊരു നോട്ടിനെ സെക്യൂർ ചെയ്ത് വെച്ചു. ഈ രീതിക്കാണ് ഞാൻ മാജിക് റിങ് ചെയ്യാറുള്ളത്. പല രീതിക്കും നമുക്ക് മാജിക് റിങ് ചെയ്യാം. ഈ രീതിയാണ് എനിക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ഈ രീതിക്കാണ് മാജിക് റിങ് ചെയ്യുന്നത്. നമുക്കിനി നെക്സ്റ്റ് എങ്ങനെയാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കണ്ടാലോ. ഫസ്റ്റ് തന്നെ നമ്മൾ ലോങ് യാണിനെ ഹുക്കിലൂടെ ഹോവർ ചെയ്തെടുത്തതിന് ശേഷം മാജിക് റിങ്ങിലൂടെ ലോങ് ചെയിനെ നമ്മൾ പുള്ളി ചെയ്തെടുത്തു. മാജിക് റിങ്ങിന് അകത്തൂടെ പുള്ളി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ 3 ലൂപ്സ് കിട്ടും. ഇപ്പം നമ്മുടെ ഹുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ 1 2 3 നോട്ട്സ് ഉണ്ട്. ഈ 3 ലൂപ്സിലൂടെ നമ്മൾ ഈ വലിയ ചെയിനിനെ പുള്ളി ചെയ്തെടുക്കണം. പുള്ളി ചെയ്യാൻ കുറച്ച് പാടായിരിക്കും, എങ്കിലും നമ്മൾ ഈ 3 ലൂപ്സിലൂടെയും വലിയ യാണിനെ പുള്ളി ചെയ്ത് പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെയാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കിയാലോ. ഫസ്റ്റ് യാൺ ഓവർ, ദെൻ യാണിനെ മാജിക് റിങ്ങിന് അകത്തൂടെ കയറ്റി വിട്ടതിന് ശേഷം ലോങ് ചെയിനിനെ മാജിക് റിങ്ങിലൂടെ പുള്ളി ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന 3 ലൂപ്പുണ്ട്. ആ 3 ലൂപ്പിൽ കൂടെ ലോങ് യാണിനെ പുള്ളി ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നാളെ കാണാം. നാളെ നമുക്ക് ഡബിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ബൈ, താങ്ക് യു.